ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. യേശുക്കുഞ്ഞും മാതാവും നിറഞ്ഞു നിൽക്കുന്ന ക്രിസ്തുമസ് സംഭവത്തിലെ ആദ്യ അധ്യായങ്ങളിലെ ക്യാൻവാസിൽ ജോസഫ് പിതാവിൻ്റേത് ഒരു സപ്പോർട്ടീവ് റോളാണെന്ന് തോന്നിയേക്കാം. എന്നാൽ ജോസഫ് പിതാവ് നിറവേറ്റിയ നിയോഗങ്ങളും പ്രകടിപ്പിച്ച സമർപ്പണവുമൊക്കെ സമുന്നതമാണ്, വാക്കുകൾക്കതീതമാണ്. കർത്തവ്യബോധമുള്ള കാര്യവിചാരകനായിരുന്നു ആദരണീയനായ ജോസഫ് പിതാവ്. ഭർത്താവും പിതാവും കുടുംബനാഥനുമായി ദൈവം ഭരമേൽപ്പിക്കുന്ന ശ്രേഷ്ഠ നിയോഗങ്ങളുടെ ക്രിസ്തീയ കാര്യവിചാരകത്വം ദൈവത്തിന് പ്രസാദകരമായി എങ്ങനെ നിർവഹിക്കണം എന്ന് പഠിക്കുവാൻ ജോസഫ് പിതാവിൽ നിന്ന് മനസ്സിലാക്കേണ്ട ദാമ്പത്യ കുടുംബ മൂല്യങ്ങൾ അനവധിയാണ്. പ്രതിസന്ധികളിൽ വിവേകപൂർണമായ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ജോസഫ് പിതാവ് പ്രകടിപ്പിച്ച ആത്മനിയന്ത്രണം അഭിനന്ദനാർഹവും അനുകരണീയവുമാണ്. കുടുംബ ദാമ്പത്യ നിയോഗങ്ങളിൽ പ്രതിസന്ധികളും കഷ്ടതകളുമൊക്കെ വളരെയധികം ഉണ്ടായേക്കാം. അപ്പോൾ ക്ഷമ കൈവിടരുത്. അമിത ആവേശത്തിലും പ്രതികാര ചിന്തയിലും നിയന്ത്രണം വിട്ട പ്രതികരണങ്ങളും പ്രവൃത്തികളും ഒഴിവാക്കണമെന്നൊക്കെയുള്ള വളരെ ആത്മീയ മർമ്മം ഉൾക്കൊള്ളുന്ന ദർശനം ഈ പിതാവിൽ നിന്ന് നമുക്ക് പഠിക്കുവാൻ കഴിയും. ശക്തിക്കതീതമായ സംഘർഷങ്ങളും ഭാരങ്ങളും വെല്ലുവിളികളും നിറഞ്ഞ നിയോഗങ്ങൾക്കായി ദൈവം ചിലരെ തിരഞ്ഞെടുക്കാറുണ്ട്. അത് അവരുടെ ഭൗതിക സ്വപ്നങ്ങളും പ്രതീക്ഷകളും അവകാശങ്ങളുമൊക്കെ തകർത്ത് കളയുവാൻ കാരണമായേക്കാം. ദൈവവിളിയിലെ വെല്ലുവിളികളെ നേരിടുമ്പോൾ കലപ്പയ്ക്ക് കൈവച്ച പലരും പിന്മാറാറുണ്ട്. ദൈവം ഭരമേൽപ്പിച്ച ദാമ്പത്യ നിയോഗങ്ങളിൽ നിന്ന് പിന്മാറുന്നതിന് പലരും പല ന്യായങ്ങളാണ് പറയാറുള്ളത്. ജീവിത പങ്കാളി ഒരു ബാധ്യതയാണ്, ശല്യമാണ്. അവരോടൊപ്പമുള്ള ജീവിതം പ്രതിസന്ധികൾ നിറഞ്ഞതാണ് എന്നൊക്കെ. പക്ഷേ ദൈവം ഭരമേൽപ്പിച്ച ദാമ്പത്യ ബന്ധത്തിലും അതുമായി ബന്ധപ്പെട്ട സംഘർഷങ്ങളിലും മേരിയും ജോസഫും അടിപതറാതെ വിശ്വസ്തരായി ഉറച്ചു നിന്നു. ദൈവവിളിയോട് രണ്ടുപേരും അവസാനം വരെ വിശ്വസ്തരായിരുന്നു. യേശുക്കുഞ്ഞിന് ജന്മം നൽകാൻ ലേബർ റൂമായി കാലിത്തൊഴുത്തും താമസിക്കാൻ ഭവനവും മരപ്പണിയിലൂടെ ഉപജീവന മാർഗവുമൊക്കെ ജോസഫ് പിതാവ് കണ്ടെത്തി. ദൈവമേൽപ്പിച്ച പേരന്റിംഗ് നിയോഗങ്ങൾ നിറവേറ്റുവാനുള്ള വഴികളും വിഭവങ്ങളുമൊക്കെ ദൈവം കരുതിക്കൊള്ളുമെന്ന ഉറച്ച വിശ്വാസം ജോസഫിനുണ്ടായിരുന്നു. മക്കളെയും അവരുടെ ഭാവിയെയും പറ്റി ആകാംക്ഷപ്പെടുന്ന മാതാപിതാക്കൾക്കുള്ള സമുന്നത മോഡലുകളാണ് മേരി മാതാവും ജോസഫ് പിതാവും. മക്കൾ ദൈവത്തിൻ്റെതാണ്. അവർക്ക് ആവശ്യമുള്ളത് ദൈവം തീർച്ചയായും കരുതിക്കൊള്ളും. വെറുതെ ആവലാതിപ്പെടേണ്ട കാര്യമില്ല. കുടുംബത്തിനു വേണ്ടിയുള്ള മാതാപിതാക്കളുടെ സത്യസന്ധമായ അധ്വാനങ്ങളെ ദൈവം തീർച്ചയായും അനുഗ്രഹിക്കും.
സംതൃപ്തിയും അഭിവൃദ്ധിയുമാക്കി വർദ്ധിപ്പിക്കും. നിന്റെ ഭാര്യയായ മറിയയെ ചേർത്തുകൊള്ളുവാൻ ശങ്കിക്കേണ്ട, അവളിൽ ഉൽപ്പാദിതമായത് പരിശുദ്ധാത്മാവിനാലാകുന്നു എന്ന് ദൈവം പറഞ്ഞപ്പോൾ ജോസഫ് ഉപാധികളില്ലാതെ മറിയാമിനെ സ്വീകരിച്ചു. അമ്മയെയും കുട്ടിയെയും കൊണ്ട് മിസ്രയീമിലേക്ക് പോകുവാൻ ദൈവം കൽപ്പിച്ചപ്പോൾ ആ രാത്രിയിൽ തന്നെ അവരെയും കൊണ്ട് ജോസഫ് യാത്രയായി. കുടുംബത്തിൻ്റെ നന്മയ്ക്കും ശ്രേയസ്സിനും സുരക്ഷിതത്വത്തിനും വേണ്ടി ചെയ്യേണ്ടതായ കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ഉത്തരവാദിത്വത്തോടെ ചെയ്തിരുന്ന പിതാവായിരുന്നു ജോസഫ്. ജീവിത പങ്കാളിയോടും മക്കളോടുമുള്ള ഉത്തരവാദിത്വം സത്യസന്ധമായി നിറവേറ്റാത്തവർ വിവാഹ പ്രതിജ്ഞ ലംഘിക്കുന്നവരാണ്. വിവാഹത്തിൻ്റെ പ്രധാന കാർമ്മികനും കർത്താവുമായ ദൈവം മുമ്പാകെ അവർ സമാധാനം പറയേണ്ടി വരും. വിവാഹത്തിന് മുമ്പ് ഗർഭിണിയായ മേരിയെ ഉപേക്ഷിക്കുവാനും കല്ലെറിയുവാനും വേണ്ടി നിയമത്തിന് വിട്ടുകൊടുക്കുവാനുള്ള സാഹചര്യം തൻ്റെ മുമ്പിലുണ്ടായിരുന്നിട്ടും ലോകാപവാദത്തിൽ നിന്ന് മറിയാമിനെ രക്ഷപ്പെടുത്തുവാൻ ജോസഫ് തീരുമാനിച്ചു. കാരണം അദ്ദേഹം നീതിമാനായിരുന്നു. നീതിബോധമുള്ള ഒരു ജീവിത പങ്കാളിയെ ലഭിക്കുന്നതാണ് ഏറ്റവും വലിയ ഭാഗ്യം. നീതിബോധം ദൈവം നൽകുന്ന വിസ്മയ വരദാനമാണ്. 1 കൊരിന്ത്യർ 13-ാം അധ്യായത്തിൽ സ്നേഹത്തിൻ്റെ ഡെഫിനിഷൻ വിവരിച്ചുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, സ്നേഹം ദോഷത്തിൻ്റെ കണക്ക് സൂക്ഷിക്കുന്നില്ല. ജീവിത പങ്കാളിയുടെ ദോഷത്തിൻ്റെ കണക്ക് സൂക്ഷിക്കാത്ത ദിവ്യസ്നേഹത്തിൻ്റെ നിർമ്മല സാക്ഷിയാണ് ജോസഫ് പിതാവ്. ദൈവീക പ്രമാണങ്ങളെ ആദരിക്കുന്നവരും നീതിബോധമുള്ളവരും പ്രതിസന്ധികളിൽ ജീവിത പങ്കാളിയെ സ്നേഹകരങ്ങളിൽ ചേർത്ത് നിർത്തും. ജീവിത പങ്കാളിയുടെ ബലഹീനതകളും പരിമിതികളുമൊക്കെ പരിഹസിക്കാനും ഒറ്റപ്പെടുത്തുവാനും പീഡിപ്പിക്കുവാനും തോൽപ്പിക്കുവാനും അവകാശങ്ങൾ നിഷേധിക്കുവാനും മറ്റുള്ളവരോട് ചേർന്ന് പരിഹസിക്കാനുമൊക്കെയുള്ള വിഷയമാക്കുന്ന ജീവിത പങ്കാളികൾക്ക് തീർച്ചയായും മാതൃകയാകേണ്ട ഭർത്താവാണ് ജോസഫ് പിതാവ്. ബൈബിളിലെ മാരേജ് കൗൺസിലറായ പൗലോസ് അപ്പോസ്തലൻ എഫേസ്യ സഭയ്ക്ക് ദാമ്പത്യത്തിൻ്റെ ദൈവീക നിയമങ്ങൾ പങ്കുവച്ചപ്പോൾ ജോസഫ് പിതാവിൻ്റെ നിസ്തുല സ്നേഹത്തിൻ്റെ പ്രതിഫലനം അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ കാണാം. എഫേസ്യർ 5:28-29. ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്വന്തം ശരീരത്തെ എന്ന പോലെ സ്നേഹിക്കണം. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ തന്നെയാണ് സ്നേഹിക്കുന്നത്. ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ വെറുക്കുന്നില്ലല്ലോ. ക്രിസ്തു സഭയെ എന്ന പോലെ അവൻ അതിനെ പരിപോഷിപ്പിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു. പകരം വീട്ടാനും പകരം ചോദിക്കാനും ശിക്ഷിക്കാനുമൊക്കെ അവസരം കിട്ടിയാലും ജീവിത പങ്കാളിയോട്
ക്രിസ്തീയ മനോഭാവവും ആർദ്രതയും പ്രകടിപ്പിക്കുന്നവർ നീതിബോധമുള്ള വലിയ മനസ്സുള്ളവരാണ്. കരുണയുള്ളവർക്ക് ദൈവത്തിൽ നിന്ന് കരുണ ലഭിക്കും. വിവാഹത്തിന് മുമ്പ് ഗർഭിണിയായ മറിയാമിനെ ഭാര്യയായി ജോസഫ് സ്വീകരിച്ചപ്പോൾ ലെജിറ്റിമസി, റെസ്പെക്റ്റബിലിറ്റി, പ്രൊട്ടക്ഷൻ എന്നീ 3 സമുന്നത അംഗീകാരങ്ങളാണ് മറിയാമിനും കുഞ്ഞിനും സമൂഹത്തിൽ ലഭിച്ചത്. ഇതൊരു ചെറിയ കാര്യമല്ല. ദൈവത്തെ അനുസരിക്കുന്ന ജോസഫ് പിതാവിൻ്റെ വലിയ മനസ്സാണ് അതിൻ്റെ പിന്നിൽ. തൻ്റേതല്ലാത്ത കാരണങ്ങൾ കൊണ്ട് ജീവിതത്തിൽ നേരിടേണ്ടി വന്ന സഹനങ്ങളിൽ പരിഭവവും പരാതിയുമില്ലാതെ തൻ്റെ ജീവിതം ദൈവ ഇഷ്ടത്തിന് സമർപ്പിച്ച ജോസഫ് പിതാവ് ക്രിസ്തീയ ദമ്പതികൾക്ക് അനുപമ മാതൃകയാണ്. ലോകത്തിൻ്റെ പാപം ചുമക്കാനും പാപപരിഹാര ബലിയാകുവാനും വന്ന മനുഷ്യപുത്രനും അവന് ജന്മം നൽകിയ മേരി മാതാവിനും സ്നേഹത്തണലും സുരക്ഷിത ഭവനവുമൊരുക്കിയ ജോസഫ് പിതാവ് ദൈവത്തിൻ്റെ മനുഷ്യാവതാര സംഭവത്തിലെ അത്യുജ്വല ജ്യോതിസാണ്. വൈകാരിക സുരക്ഷിതത്വത്തിലും സ്നേഹത്തിൻ്റെ തണലിലും കുട്ടികൾ വളർന്ന് ആത്മാവിൽ ബലപ്പെടാനും വ്യക്തിത്വ വികാസം പൂർത്തിയാക്കുവാനും സഹായകമായ അനുകൂല സാഹചര്യമൊരുക്കുന്ന മാതാപിതാക്കൾ ആദരണീയരാണ്. പരസ്പരം ക്ഷമിച്ചും വൈവിധ്യങ്ങളും വൈരുദ്ധ്യങ്ങളും ഉൾക്കൊണ്ടും ക്രിസ്തുവിലൊന്നായി ജീവിക്കുന്ന ദമ്പതികൾ ദൈവത്തിൻ്റെ അഭിമാന ഭാജനങ്ങളാണ്. വാഗ്ദത്ത സന്തതികളായി തീരേണ്ട ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങൾക്ക് നല്ല നിലമൊരുക്കുന്ന ദമ്പതികൾ ഭൂമിയിൽ ദൈവരാജ്യം പണിയുന്നവരാണ്. ജോസഫ് മേരി ദമ്പതികളെ പോലെ സമുന്നത മാതൃകകളാണ്. ശുഭാശംസകളോടെ എ പി ജോർജച്ചൻ.